ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഹാവ് ബീൻ, ഹാസ് ബീൻ ആൻഡ് ഹാഡ് ബീൻ ഇതിന്റെ യൂസേജ് എന്താണെന്ന്. ഓക്കെ, എനിക്ക് ഒരുപാട് കമന്റും വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഹാവ് ബീൻ, ഹാസ് ബീൻ ആൻഡ് ഹാഡ് ബീൻ ഇതിന്റെ യൂസേജ് എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോണം. ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹാഡ് ബീൻ നമ്മൾ രണ്ടിന്റെ കൂടെ യൂസ് ചെയ്യും, അല്ലെ? ഓക്കെ, ഹാവ് ബീൻ എന്ന് പറഞ്ഞാലും ഹാസ് ബീൻ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു തരാം. ഒരു പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ, ഇതൊരു ആക്ഷൻ ആണെന്നിരിക്കട്ടെ, ആ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അവിടെ നമുക്ക് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ യൂസ് ചെയ്യാം. മനസ്സിലായോ? പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഹാഡ് ബീൻ എന്താ? പാസ്റ്റിൽ നടന്ന ഒരു കാര്യം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് നിന്നുപോയി. പാസ്റ്റിൽ നടന്ന ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തു, എന്നിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ എന്തെടുത്തു? നിന്നു. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് ബീൻ യൂസ് ചെയ്യാം. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1 മണിക്കൂറായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോഴും വെയിറ്റ് ചെയ്യുവല്ലേ? ഞാൻ 1 മണിക്കൂറായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നേ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് യു ഫോർ ആൻ അവർ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് യു ഫോർ ആൻ അവർ. അതായത് ഞാൻ 1 മണിക്കൂറായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പം ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഇയർ. ഈ സിൻസും ഫോറും തമ്മിലുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. സിൻസും ഫോറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതില് നന്നായി പഠിച്ചിട്ട് സിൻസും ഫോറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സിൻസ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ തൊട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പോയിന്റ് ഓഫ് ടൈം ആ കാണിക്കുന്നത്. ഈ 2 എക്സാമ്പിളും പ്ലൂറൽ ഐ ആ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ സിംഗുലർ ചേർത്തൊരു ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയുന്നത്? ഇറ്റ് വരും, അല്ലെ? ഇറ്റ് വരുമ്പോ എന്താ വരുന്നത്? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. It has been raining since morning. ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. It has been raining since morning. അതായത് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തോർന്നിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഹാഡ് ബീൻ എന്താ? ഹാഡ് ബീൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഹാഡ് ബീൻ അതായത് പണ്ട് നടന്ന ഒരു ആക്ഷൻ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പം നിന്നു എന്ന് പറയുവാണ്, അല്ലെ? അവിടെ നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? They had been traveling for months before they reached